ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد فاتقوا الله يا عباد الله. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൻ നസ്റിലെ അവസാനത്തെ ആയത്താണ് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ എന്നത്. അപ്പോൾ അവിടെ തസ്ബീഹിൻ്റെ പ്രാധാന്യം, സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യമാണ് നമ്മൾ സൂചിപ്പിച്ചു വന്നത്. അതിലൊന്നാമത്തേത് പറഞ്ഞു വെച്ചത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വാചകങ്ങളിൽപ്പെട്ട ഒന്നാണെന്ത്? സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് സുബ്ഹാനല്ലാഹ് എന്നത് ആകാശഭൂമികൾ മൊത്തം എന്ത് ചെയ്യും? പ്രതിഫലത്താൽ നിറക്കും എന്നുള്ളതാണ്. മൂന്നാമത്തേത് മീസാനിൽ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്ന ദിക്റാണ് സുബ്ഹാനല്ലാഹ് എന്നും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നാലാമത്തേത് അത്തസ്ബീഹു ഖിറാസുൽ ജന്ന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ഖാല സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി ഗുരിസത് ലഹു നഖ്ലത്തുൻ ഫിൽ ജന്ന. ആരെങ്കിലും സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈന്തപ്പന മരം അവനെന്ത് ചെയ്യും? അള്ളാഹു നട്ടുപിടിപ്പിക്കും എന്നതാണ്. ഒരു സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി എന്ന് പറഞ്ഞാലാണ് എന്ത് ചെയ്യുക? ഇത് അവന് സ്വർഗത്തിൽ ലഭിക്കുക എന്നുള്ളതാണ്. അതാണ് നാലാമത്തെ ശ്രേഷ്ഠത. അഞ്ചാമത്തേത് അവൻ്റെ നന്മകൾ രേഖപ്പെടുത്തപ്പെടുകയും തിന്മകൾ മായ്ക്കപ്പെടുകയും ചെയ്യുമെന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറയുകയുണ്ടായി, മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഫി യൗമിൻ മിഅത മറ ഹുത്തത് ഖതായാഉ. ആരെങ്കിലും ഒരാൾ 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ 100 പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. വഇൻ കാനത് മിസ്ല സബദിൽ ബഹർ. ആ പാപങ്ങൾ അത് കടലിൻ്റെ നുരകളോളം ഉള്ളതാണെങ്കിലും ശരി, അതല്ലാഹു എന്ത് ചെയ്യും? അവന് പുറത്തു കൊടുക്കുന്ന. ഒരു മനുഷ്യൻ 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞാൽ കടലിൽ എത്ര നുരകളുണ്ടോ അത്രയും പാപങ്ങളെല്ലാം എന്ത് ചെയ്യും? ആ ദിക്റിലൂടെ അവന് പുറത്തു കൊടുക്കും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അത്രയും ശ്രേഷ്ഠത തസ്ബീഹിൻ്റെ വിഷയത്തിൽ വന്നിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഒരിക്കൽ സഹാബാക്കൾ റസൂലിൻ്റെ രീതിയായി, റസൂൽ പലപ്പോഴുമായി സ്വീകരിച്ചിരുന്ന മജ്ലിസിൽ സ്വീകരിച്ചിരുന്ന ഒരു ദിക്റായിരുന്നു സുബ്ഹാനല്ലാഹ് എന്നതായിരുന്നു പറയുന്നത്. മൻ ജലസ ഫീ മജ്ലിസിൻ ഫകസുറ ഫീഹി ലഗ്തുഹു ഫഖാല ഖബ്ല അൻ യഖൂമ മിൻ മജ്ലിസിഹി. ആരെങ്കിലും ഒരാൾ മജ്ലിസിലിരിക്കുകയും ഒരു കൂട്ടത്തിലിരിക്കുകയും സംസാരിക്കുകയും സ്വാഭാവികമായും മനുഷ്യൻ എന്ന നിലക്ക് ഉണ്ടാകുന്ന ഒരുപാട് പിഴവുകൾ സംസാരത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ അവൻ പറഞ്ഞുകൊള്ളട്ടെ, സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക ഇല്ലാ ഗുഫിറ ലഹു മാ കാന ഫീ മജ്ലിസിഹി ദാലിക. അങ്ങനെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ മജ്ലിസിൽ എന്തൊക്കെ വീഴ്ചകളാണോ വന്നിട്ടുള്ളത് ആ വീഴ്ചകളെല്ലാം അള്ളാഹു അവന് പുറത്തു കൊടുക്കും എന്നതാണ്. അതുകൊണ്ട് ഒരു കൂട്ടമായി കൂടിക്കഴിഞ്ഞാൽ നമ്മൾ സംസാരത്തിൽ ഏർപ്പെട്ടാൽ ആ സംസാരത്തിൽ നിന്ന് നമ്മൾ വിരമിക്കുന്ന സന്ദർഭത്തിൽ പ്രാർത്ഥിക്കേണ്ട, ചൊല്ലേണ്ട ദിക്റായിട്ടാണ് ഇത് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആരെങ്കിലും ഇത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ പാപങ്ങൾ എന്ത് ചെയ്യും? പുറത്തു കൊടുക്കുമെന്നതാണ്. ഇവിടെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും എന്ന് പല ഹദീസുകളിലും നമുക്ക് കാണാൻ പറ്റും. പല ഹദീസുകളിലും പാപങ്ങൾ പൊറുക്കപ്പെടും. പ്രത്യേകിച്ചും റമളാനുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, മൻ സാമ റമളാന മൻ ഖാമ റമളാന. ആരെങ്കിലും റമളാനിൽ നോമ്പ് അനുഷ്ഠിച്ചാൽ, ആരെങ്കിലും റമളാനിൽ നിന്ന് നിസ്കരിച്ചാൽ എന്നിങ്ങനെയുള്ള ഹദീസുകളുടെ ഒക്കെ അവസാനത്തിൽ വരുന്നത് ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. അവിടെ ഏത് പാപമാണ് ഉദ്ദേശിക്കുന്നത്? ചെറുപാപമാണ് പുറത്തു കിട്ടും എന്ന് ഉദ്ദേശിക്കപ്പെടുന്നത്. എന്നാൽ ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു വെക്കുന്നത്
അള്ളാഹു അങ്ങേയറ്റത്തെ കാരുണ്യവാനാണ്. അതുകൊണ്ട് തന്നെ വൻ പാപം പുറത്തേക്കാം എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രതീക്ഷിക്കാം എന്നെന്ത് ചെയ്യുന്നുണ്ട്? ആ ഹദീസിൻ്റെ ചുവടെയായിട്ട് അത് വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞു വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആറാമത്തേത് തസ്ബീഹ് എന്നത്. തസ്ബീഹിലൂടെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും എന്നുള്ളതാണ്. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ടിട്ട് ഏകദേശം 3 ഇരുട്ടറകളാണ്. ഒന്ന് രാത്രിയുടെ ഇരുട്ടുണ്ട്, മറ്റൊന്ന് കടലിൻ്റെ ഇരുട്ടുണ്ട്, മൂന്നാമത്തേത് മത്സ്യത്തിലെ വയറ്റിലുള്ള ഇരുട്ട് എന്നുള്ളത്. ആ സന്ദർഭത്തിൽ യൂനുസ് നബി പ്രാർത്ഥിക്കുന്നത് ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നതാണ്. ആ പ്രാർത്ഥനയെക്കുറിച്ച് ഹദീസുകളിൽ വരുന്നത് ഫഇന്നഹു ലം യദ്ഉ ബിഹാ റജുലുൻ മുസ്ലിമുൻ ഫീ ഷൈഇൻ ഖത്തു ഇല്ല ഇസ്തജാബ അല്ലാഹു ലഹു. ആരെങ്കിലും അത് വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, യൂനുസ് നബി പ്രാർത്ഥിക്കുന്നത് പോലെ ആ പ്രാർത്ഥിച്ച ലഫ്ള് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചാൽ ഒരു മുസ്ലിമിന് അള്ളാഹു അവൻ്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാതിരുന്നിട്ടില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ, നമുക്ക് എന്തൊക്കെയാണോ ദുനിയാവിൽ ആവശ്യമുള്ളത്, ഉഖ്റവിയായിട്ട് ആവശ്യമുള്ളത്, അതൊക്കെ തേടിക്കഴിഞ്ഞാൽ അള്ളാഹു പെട്ടെന്ന് എന്ത് ചെയ്യും? ഉത്തരം നൽകും എന്നുള്ളതാണ്. ഏഴാമത്തേത് നമ്മുടെ പ്രയാസങ്ങൾ. ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, പ്രയാസങ്ങൾ ഉണ്ടാകാം. അതിനൊക്കെ ഒരു സമാധാനം ഈ ദിക്റിലൂടെ ലഭിക്കും എന്നതാണ്, പ്രത്യേകിച്ചും തസ്ബീഹിലൂടെ. ഒരിക്കൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ റസൂലിനെ കാണുകയും റസൂലിനോട് ചില വേവനാദികൾ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരുന്നത്. റസൂലിനെ കാണാനുള്ള സന്ദർഭം കിട്ടൂല. അങ്ങനെയാണ് ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുന്നത് അലാ ഉഅല്ലിമുകുമാ ഖൈറൻ മിമ്മാ സഅൽതുമാനി ഇദാ അഖദ്തുമാ മദാജിഅകുമാ തകബ്ബറ 34 വതസബ്ബഹ 33 വതഹമ്മദ 33 ഫഹുവ ഖൈറുൻ ലകുമാ മിൻ ഖാദിം. ഫാത്തിമ റളിയല്ലാഹു അൻഹയും അലി റളിയല്ലാഹു അൻഹുവും റസൂലിൻ്റെ അടുക്കൽ വരുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു സേവകനെ വേണം. വീട്ടിലേക്ക് ഒരു സേവകന് ആവശ്യമുണ്ട്. ആ സേവകൻ എന്ത് ചെയ്യും? വീട്ടുകാര്യങ്ങളും ജോലികളൊക്കെ ചെയ്ത് സഹായിക്കും എന്ന ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് വന്നത്. എന്നാൽ റസൂൽ പറഞ്ഞു കൊടുക്കുന്നതോ അതിനേക്കാളും ഹൈറായത് എന്ത് ചെയ്യാം? ഞാൻ നിങ്ങൾക്ക് നൽകാം എന്നാണ്. അതിനേക്കാളും ഹൈറായത് ഞാൻ നിങ്ങൾക്ക് നൽകാം എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണെന്ത്? ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് എന്നും 33 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്നും 33 പ്രാവശ്യം തഹ്മീദ്. അല്ലാഹു അക്ബർ എന്നത് 34 പ്രാവശ്യം, സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം, തഹ്മീദ് അൽഹംദുലില്ലാ എന്നുള്ളത് 33 പ്രാവശ്യം. അപ്പോൾ ഇതൊരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ റസൂൽ അവസാനം പറയുന്നത് അവൻ്റെ ബുദ്ധിമുട്ടുകൾ, അവൻ സഹിക്കുന്ന ത്യാഗങ്ങൾ എന്ത് ചെയ്യും? അതിലൂടെ ഇല്ലാതാകും എന്നതാണ്. അപ്പോൾ ദിക്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ആത്മീയമായിട്ടുള്ള ഒരു എനർജി നമുക്ക് ദിക്ർ നൽകും എന്നത് ഉറപ്പാണ്. എന്നാൽ അതിലുപരി ചിലപ്പോൾ ഭൗതികമായ ഒരു അനുഗ്രഹം കൂടി എന്ത് ചെയ്യും? ആ ദിക്റിലൂടെ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. അപ്പം അത് നമ്മൾ മുവാലബത്ത് എപ്പോഴും തുടർച്ചയായി അള്ളാഹുവിനെ ഓർക്കുന്ന ഒരവസ്ഥ ഉണ്ടാകണം എന്നതാണ്. ഈ ദിക്റുകൾ, പറയപ്പെട്ട ദിക്റുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ അവൻ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ തുടങ്ങുന്നത് എന്താ? ദിക്റാണ്. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക? അവൻ ആരംഭിക്കുക എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ഓരോ ഘട്ടത്തിലും എന്തുണ്ട്? ദിക്റുണ്ട്. കാരണം അള്ളാഹുവിനെ ഓർക്കുക എന്നതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവനെ അള്ളാഹുവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഏറ്റവും വലിയ ഘടകം എന്നത്. അള്ളാഹുവിനെ മറക്കുമ്പോഴാണ് എന്ത് ചെയ്യുക? അശ്രദ്ധയിലേക്ക് മനുഷ്യൻ എത്തിപ്പെടുന്നത് എന്നാണ്. അതുകൊണ്ടാണ് രാവിലെയും വൈകുന്നേരങ്ങളിലും എന്ത് വെച്ചിട്ടുള്ളത്? ദിക്ർ വളരെ പ്രധാനപ്പെട്ട സുന്നത്തായി നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തസ്ബീഹിൻ്റെ വിഷയത്തിൽ ഇനിയും ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും, തസ്ബീഹിൻ്റെ ശ്രേഷ്ഠത മാത്രം പറയപ്പെടുന്ന. അപ്പം അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഒഴിവ് സമയങ്ങൾ അത് എത്ര ചെറുതാണെങ്കിലും അവിടെ എന്ത് ചെയ്യാൻ പറ്റണം? അവിടെ തസ്ബീഹ് കൊണ്ട് നമുക്ക് നിറക്കാൻ പറ്റണം എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു. നിങ്ങൾ എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാർ ചെയ്യണം എന്നാണ്. എന്താണ് ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പാപമോചനം തേടുക. നമ്മൾ ചെയ്ത തെറ്റുകളുണ്ടാവും, ആ തെറ്റുകൾക്കുള്ള ഒരു പാപമോചനമാണ് ഇസ്തിഗ്ഫാർ എന്നതാണ്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരടിമക്ക് 3 അവസ്ഥകളാണ് ഉണ്ടാവുക എന്നാണ്. ഒരടിമക്ക് 3 അവസ്ഥകൾ ഉണ്ടാകും. ഒന്നാമത്തേത്, ഒന്നുകിൽ തെറ്റ് ചെയ്തവനായിരിക്കാം,
തെറ്റിലേർപ്പെട്ടവനായിരിക്കാം. രണ്ടാമത്തേത്, അവൻ നിർബന്ധ കർമ്മം ചെയ്തിട്ടുണ്ടാകാം, എന്നാൽ അതിൽ തന്നെ എന്തുണ്ടാകാം, ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടാകാം. മൂന്നാമത്തേത്, അവൻ നിർബന്ധ കർമ്മങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടാകാം. അപ്പോൾ ഈ മൂന്നവസ്ഥകളിലാണ് എന്തുള്ളത്, മനുഷ്യനുള്ളത്. അപ്പോൾ ഈ മൂന്നവസ്ഥകളിലും അവൻ ആവശ്യമായിട്ടുള്ളത് എന്താ, ഇസ്തിഗ്ഫാറാണ്. മൂന്നവസ്ഥയിലും അവൻ ആവശ്യമായിട്ടുള്ളത് ഇസ്തിഗ്ഫാറാണ് എന്നതാണ്. അതാണ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നിസ്കാരത്തിന് ശേഷമുള്ള അസ്തഗ്ഫിറുല്ലാ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നിസ്കാരത്തിലെ പോരായ്മകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അതിനു വേണ്ടിയിട്ടുള്ള ഒരു കടം വീട്ടലാണ് അസ്തഗ്ഫിറുല്ലാ എന്ന് നിസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മൾ പറയുന്നത് എന്നാണ്. അപ്പോൾ അങ്ങേയറ്റത്തെ പോരിശ ഇസ്തിഗ്ഫാറിൻ്റെ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അങ്ങേയറ്റത്തെ പോരിശ ഇസ്തിഗ്ഫാറിൻ്റെ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഖുർആനിൽ ഒരുപാട് തവണ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിലെ 199 ആയത്തിൽ പറയുന്നത് വസ്തഗ്ഫിറുല്ലാ, നിങ്ങൾ എന്ത് ചെയ്യണം, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടണം. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അള്ളാഹു ഗഫൂറുമാണ്, അള്ളാഹു റഹീമുമാണ് എന്നാണ്. വഅനിസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടുക, എന്നിട്ട് എന്ത് ചെയ്യുക, അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുക എന്നതാണ്. അതോടൊപ്പം തന്നെ ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ആളുകളെ പുകഴ്ത്തിക്കൊണ്ട് അള്ളാഹു പറയുന്നത് വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, അത്താഴ സമയങ്ങളിൽ ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ പ്രത്യേക അടിമകളുടെ ക്വാളിറ്റി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പഠിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും ആ അവസാനത്തെ സമയം, സുബഹിക്ക് മുമ്പുള്ള അത്താഴത്തിൻ്റെ സമയത്ത് അള്ളാഹുവിനോട് എന്ത് ചെയ്യണം, ഒരുപാട് ഇസ്തിഗ്ഫാറിനെ തേടണം എന്നുള്ളതാണ്. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, അവർ സുഹൂറുകളിൽ അത്താഴ സമയങ്ങളിൽ ഇസ്തിഗ്ഫാർ തേടുന്ന ആളുകളാണ്. സൂറത്ത് ആലു ഇമ്രാനിലെ 135 ആയത്ത്, വല്ലദീന ഇദാ ഫഅലു ഫാഹിഷ, ഒരു കൂട്ടം ആളുകൾ അവർ തിന്മ ചെയ്തു കഴിഞ്ഞാൽ, ഔ ളലമു അൻഫുസഹും, അതല്ലെങ്കിൽ സ്വന്തം നഫ്സിനോട് അക്രമം ചെയ്തു കഴിഞ്ഞാൽ, ദക്കറുല്ലാ, അവരാരെ ഓർക്കും, അള്ളാഹുവിനെ അവരോർക്കും. എന്നിട്ട് ഫസ്തഗ്ഫറു ലിദുനൂബിഹിം, അവർ ചെയ്ത പാപങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ തേടും. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവൻ ആരാണുള്ളത്? വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ എന്നതാണ്. ഒരുപാട് തവണ ഖുർആനിൽ ആവർത്തിക്കപ്പെട്ട ഒന്നാണ് ഇസ്തിഗ്ഫാർ എന്നതാണ്. അപ്പോൾ ആ ആവർത്തനം തന്നെ എന്താണ്, ഇസ്തിഗ്ഫാറിൻ്റെ പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ്. രണ്ടാമത്തേത്, അമ്പിയാക്കളുടെ പ്രാർത്ഥനകൾ പരിശോധിച്ചാൽ അവർ ഇസ്തിഗ്ഫാറിൽ മുഴുകിയിരുന്ന ആളുകളായിരുന്നു എന്നാണ്. അമ്പിയാക്കൾ എന്ന് പറയുമ്പോൾ പാപമുക്തരാണ്, പാപങ്ങളിൽ നിന്ന് മുക്തരാണ് അമ്പിയാക്കൾ. എന്നിട്ട് പോലും അവരെന്ത് ചെയ്തു, ഇസ്തിഗ്ഫാറിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ്. അവിടെയാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ഖാല റബ്ബന ളലംനാ അൻഫുസന വഇല്ലം തഗ്ഫിർ ലനാ, നീ ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ല എങ്കിൽ, വതർഹംന, കാരുണ്യമേകിയിട്ടില്ല എങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ എന്തായാലും ഖാസിരീങ്ങളിൽ, നഷ്ടക്കാരിൽ ഉൾപ്പെടും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അവിടെ അള്ളാഹു നഷ്ടത്തിലാക്കിയ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതിരിക്കണമെങ്കിൽ എന്ത് ലഭിക്കണം? അള്ളാഹിൻ്റെ മഗ്ഫിറത്ത് ലഭിക്കണം എന്നതാണ്. അള്ളാഹിൻ്റെ പാപമോചനം ഒരടിമക്ക് ലഭിച്ചേ തീരൂ എന്നുള്ളതാണ്. മറ്റൊന്ന് നൂഹ് നബിയുടെ പ്രാർത്ഥനയാണ്. സൂറത്തു നൂഹിലെ 28 ആയത്ത്, റബ്ബി ഗ്ഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും എന്ത് ചെയ്യണം, പുറത്തു തരണം എന്ന് പറഞ്ഞിട്ട് നൂഹ് നബി പ്രാർത്ഥിക്കുകയാണ്. മൂന്നാമത്തേത് ഹൂദ് നബിയുടെ പ്രാർത്ഥന, വ ഇല്ലാ തഗ്ഫിർലി വതർഹംനി അകുൻ മിനൽ ഖാസിരീൻ, ഞാനും എന്ത് ചെയ്യും റബ്ബേ, നിൻ്റെ റഹ്മത്തില്ല എങ്കിൽ, നിൻ്റെ ഗുഫ്റാൻ പാപമോചനമില്ല എങ്കിൽ ഞാനും നഷ്ടക്കാരിൽ ഉൾപ്പെടും എന്നതാണ്. കാരണം നമുക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ് എന്ത്, മഗ്ഫിറത്ത് എന്നുള്ളത്. അതോടൊപ്പം തന്നെ റഹ്മത്ത്, കാരുണ്യം എന്നുള്ളത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും പറയുന്നത്, ഞാൻ പോലും എൻ്റെ അമല് കൊണ്ട് എന്ത് ചെയ്യൂല, സ്വർഗത്ത് പ്രവേശിക്കൂല. ആ സമയത്ത് സ്വഹാബാക്കൾ ഉറപ്പിക്കുന്നുണ്ടല്ലോ, സ്വഹാബാക്കൾ വീണ്ടും ഉറപ്പിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്, അൻത യാ റസൂലല്ലാഹ്, റസൂൽ താങ്കളും പ്രവേശിക്കുകയില്ലേ എന്നാ ചോദിക്കുന്നത്. ആ സമയത്താണ് പറയുന്നത്, ഞാനും പ്രവേശിക്കുകയില്ല. അല്ലാഹു അനിയതഗമ്മദനി അല്ലാഹു ബിറഹ്മ, അല്ലാഹ് എന്ത് ചെയ്യണം, റഹ്മത്ത് കൊണ്ട് തന്നെ പൊതിയണം എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അവിടെയെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത് അള്ളാഹിൻ്റെ ഗുഫ്റാനും മഗ്ഫിറത്തും മർഹമത്തും ഒക്കെ ഉണ്ടാകൽ അനിവാര്യമാണ് എന്നാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നത്, റബ്ബി ഇന്നി ളലംതു നഫ്സി
ഫഗ്ഫിർലി, റബ്ബെ ഒരുപാട് അക്രമം സ്വന്തം നഫ്സിനോട് ചെയ്തിട്ടുണ്ട്, എനിക്ക് എന്ത് ചെയ്യണം, എനിക്ക് പുറത്തു തരണം എന്നാണ്. ശുഐബ് അലൈഹിസ്സലാത്തു വസ്സലാം വസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാറിനെ തേടണം. സുമ്മ തൂബു ഇലൈഹി, പിന്നെ നിങ്ങൾ റബ്ബിലേക്ക് എന്ത് ചെയ്യണം, മടങ്ങണം, തൗബ ചെയ്യണം. ഇന്ന റബ്ബി റഹീമുൻ വദൂദ്, എൻ്റെ റബ്ബ് റഹീമാണ്, അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നവനുമാണ് എൻ്റെ റബ്ബ് എന്നതാണ്. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരുപാട് തവണ കൽപ്പിച്ച വിഷയമാണ് ഇസ്തിഗ്ഫാർ. വിശുദ്ധ ഖുർആനിൽ നബിയോട് കൽപ്പിക്കപ്പെട്ട വിഷയമാണ് ഇസ്തിഗ്ഫാർ എന്ന് കാണാൻ സാധിക്കും. സൂറത്തു നിസായിലെ 106-ാമത്തെ ആയത്ത്, വസ്തഗ്ഫിരില്ലാ ഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമ, റസൂലെ അല്ലാഹുവിനോട് എന്ത് ചെയ്യണം, ഇസ്തിഗ്ഫാറിനെ തേടണം. ഫസ്ബിർ ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ വസ്തഗ്ഫിർ ലിദംബിക്, നിന്റെ പാപത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നിന്റെ പാപം കാരണത്താൽ ഇസ്തിഗ്ഫാറിനെ തേടണം എന്നാണ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു വസ്തഗ്ഫിർ ലിദംബിക്, നമ്മൾ പലപ്പോഴായി കേട്ട ആയത്താണ്. ഫഅലം, നീ മനസ്സിലാക്കണം, എന്താണ് അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ആയത്ത് അവതീർണമാകുന്നത് എവിടെയാണ്? മക്കയിലാണോ മദീനയിലാണോ? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ ഈ ആയത്ത് അവതീർണമാകുന്നത് മദീനയിലാണ്. നമ്മൾ ആലോചിക്കേണ്ടത് 13 വർഷം റസൂൽ മക്കയിൽ തൗഹീദ് പ്രബോധനം ചെയ്തിട്ട് മദീനയിലേക്ക് എത്തിയിട്ട് വീണ്ടും അല്ലാഹു ഓർമ്മപ്പെടുത്താണെന്ത്, ഫഅലം, റസൂലെ അറിയണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അവൻ യാതൊരു മറ്റു എല്ലാ ഇലാഹുകളെയും ഇല്ലാതാക്കി കളയുന്ന യഥാർത്ഥ ഇലാഹ് ആര് മാത്രമാണ്? അള്ളാഹു മാത്രമാണ്. അപ്പോൾ 13 വർഷത്തിന് ശേഷം മദീനയിലേക്ക് എത്തിയിട്ടും റസൂലിനെ ഓർമ്മപ്പെടുത്തുന്നത് തൗഹീദാണെന്നാണ്. എന്നിട്ട് പറയാണെന്ത്, വസ്തഗ്ഫിർ ലിദംബിക്, നിന്റെ പാപത്തിന് നീ എന്ത് ചെയ്യണം, ഇസ്തിഗ്ഫാറിനെ തേടണം. അതോടൊപ്പം തന്നെ വലിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ തേടണം. വൽ മുഅ്മിനാത്ത്, മുഅ്മിനാത്തുകൾക്ക് വേണ്ടിയും ഇസ്തിഗ്ഫാറിനെ തേടണം എന്നാണ്. ഇസ്തിഗ്ഫാറിൻ്റെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വലിയ ദിക്റാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറിൻ്റെ നേതാവ് എന്ന ദിക്ർ. അതായത് രാവിലകളിലും വൈകുന്നേരങ്ങളിലും. രാവിലെ ഒരാൾ പറഞ്ഞു എന്നിട്ട് മരണപ്പെട്ടാൽ എന്താണ് അവന് ലഭിക്കുക? സ്വർഗമാണ്. രാവിലെ ഒരാൾ സയ്യിദുൽ ഇസ്തിഗ്ഫാർ പറഞ്ഞിട്ട് വൈകുന്നേരമാകുന്നതിന് മുമ്പ് മരിച്ചു കഴിഞ്ഞാൽ അവന് സ്വർഗമാണ്. എന്നാൽ വൈകുന്നേരം ഒരാൾ പറഞ്ഞു രാവിലെ ആകുന്നതിന് മുമ്പ് മരണപ്പെട്ട് കഴിഞ്ഞാൽ അവൻ അതിലൂടെ സ്വർഗമാണ് ലഭിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഇസ്തിഗ്ഫാർ, ആ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്നുള്ളത് അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന, ആ അദ്കാർ സ്വബാഹിലും മസായിലും ഒന്നും ചൊല്ലാൻ സാധിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം, ഈ പറയുന്നതെങ്കിലും നമ്മൾ ചൊല്ലണം എന്നുള്ളതാണ്. പ്രത്യേകിച്ചും വലീദ് ഇബ്നു റാഷിദ് സഈദാൻ ഹഫിളഹുല്ലാ അദ്ദേഹമൊക്കെ പറഞ്ഞു വെക്കുന്നത്, നമുക്ക് ചിലപ്പോൾ നമ്മുടെ തിരക്കുകൾ കാരണത്താൽ അതല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ ദിക്റുകൾ നമുക്ക് മിസ്സായി എന്ന് വരാം. എന്നാൽ അദ്കാറു സ്വബാഹിലും അദ്കാറുൽ മസായിലും ചുരുങ്ങിയത് ചില ദിക്റുകളെങ്കിലും എന്ത് ചെയ്യണം, നമ്മൾ നിർബന്ധപൂർവം പറയേണ്ടതിൽ എണ്ണുന്ന ഒന്നാണെന്ത്, ഈ പറഞ്ഞ ദിക്ർ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ചൊല്ലണം എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നത്, വല്ലാഹി ഇന്നി ല അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി ഫിൽ യൗമി അക്സറ മിൻ 70 മറ, 70-ൽ കൂടുതൽ പ്രാവശ്യം ഞാൻ എന്ത് ചെയ്യാറുണ്ടായിരുന്നു, ഇസ്തിഗ്ഫാറിനെ തേടാറുണ്ടായിരുന്നു എന്ന് പറയുന്നത് ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 70-ൽ കൂടുതൽ പ്രാവശ്യം ഇസ്തിഗ്ഫാറിനെ തേടിയിരുന്നു എന്നാണ്. ഇന്നഹു ലയുഗാനു അലാ ഖൽബി വ ഇന്നി ല അസ്തഗ്ഫിറുല്ലാഹ ഫിൽ യൗമി 100 മറ. മറ്റു ഹദീസുകളിൽ വരുന്നത് 100 പ്രാവശ്യം എന്ത് ചെയ്യാറുണ്ടായിരുന്നു, ഇസ്തിഗ്ഫാറിനെ തേടാറുണ്ടായിരുന്നു. അപ്പോൾ 100 പ്രാവശ്യം ഒരു ദിവസം ഇസ്തിഗ്ഫാറിനെ തേടുക എന്നുള്ളത് സുന്നത്തിൽപ്പെട്ടതാണ്, റസൂലിൻ്റെ സുന്നത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഏറ്റവും അഫ്ളലുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത്രയും പ്രാവശ്യം ഇസ്തിഗ്ഫാറിനെ തേടുന്നുണ്ട് എങ്കിൽ ഞാനും നിങ്ങളും ഒരുപാട് തവണ എന്ത് ചെയ്യേണ്ടതുണ്ട്, ആ ഇസ്തിഗ്ഫാർ ആവർത്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പണ്ഡിതന്മാരുടെ ശൈലിയിൽപ്പെട്ടതാണ്, അവർ ചെറിയ ഒഴിവ് സമയങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ, ഇടവേളകൾ കിട്ടിക്കഴിഞ്ഞാൽ ആ ഇടവേളകളിൽ എന്ത് ചെയ്യും, ഇസ്തിഗ്ഫാർ ചൊല്ലും എന്നുള്ളതാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലയോട് ഫത്വ ചോദിക്കപ്പെടും, ആ ഫത്വക്ക് ഉത്തരം പറയും. എന്നിട്ട് ഇടയിൽ എന്തോ ഒരു സംസാരം വരുമ്പോൾ ഷെയ്ഖ് ഇബ്നു ബാസ് എന്ത് ചെയ്യുന്നുണ്ട്, അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ഇടയിൽ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം അങ്ങനെ ഇസ്തിഗ്ഫാർ എന്ത് ചെയ്യണം, നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്.
മൂന്നാമത്തേത് ഇസ്തിഗ്ഫാറിലൂടെ നമ്മൾ ചെയ്ത പാപങ്ങൾ എല്ലാം എന്ത് ചെയ്യും? അള്ളാഹു പുറത്തു തരും എന്നതാണ്. അവിടെയാണ് ഒരു ഖുദ്സിയായ ഹദീസിൽ വരികയാണ്, അള്ളാഹു പറയാണ്, യാ ഇബാദി, എൻ്റെ അടിമകളെ, ഇന്നക്കും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ, രാവിലെകളിലും വൈകുന്നേരങ്ങളിലും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? തെറ്റുകൾ ചെയ്യുന്നുണ്ട്. വഅന അഗ്ഫിറുദ്ദുനൂബ ജമീഅ, ഞാൻ എല്ലാ പാപങ്ങളും എന്ത് ചെയ്യും? പുറത്തു തരും. ഫസ്തഗ്ഫിറൂനി അഗ്ഫിർ ലക്കും, നിങ്ങൾ എന്നോട് എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാറിനെ തേടണം. അപ്പോൾ പാപമോചനം തേടേണ്ടത് ആരോടാ? അള്ളാഹുവിനോടാണ്. അള്ളാഹ് പറയണം, അഗ്ഫിർ ലക്കും, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും? പുറത്തു തരും എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹു അവിടെ വിളിക്കുന്ന നോക്കിയേ, ഹദീസ് ഖുദുസിയാണ്. എന്താണ് അൽ ഹദീസുൽ ഖുദുസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അള്ളാഹു പറയുന്നു എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ഹദീസുകൾക്കാണ് അൽ ഹദീസുൽ ഖുദുസി എന്ന് പറയുക. അപ്പോൾ ഇവിടെ അള്ളാഹു സ്റ്റാർട്ടിങ്ങിൽ എന്താ പറയുന്നത്? യാ ഇബാദി, എൻ്റെ അടിമകളെ എന്നാണ്. അപ്പോൾ അള്ളാഹുവിൽ തെറ്റ് ചെയ്യുന്ന, അവനെ ധിക്കരിക്കുന്ന അടിമകളെ അള്ളാഹു അഭിസംബോധന ചെയ്യുന്നത് എൻ്റെ അടിമകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇനി അതേപോലെ തന്നെ മറ്റൊരു ഖുദ്സിയായ ഹദീസിൽ, യബ്ന ആദം, ഓ ആദം സന്തതികളെ, ലൗ ബലഗത് ദുനൂബുക അനാനസ് സമാ, നിങ്ങളുടെ പാപം ആകാശമൊട്ടുക്കെ നിറഞ്ഞു എന്ന് വിചാരിക്കുക. സുമ്മസ്തഗ്ഫർതനി, പിന്നെ എന്നോട് എന്ത് ചെയ്തു? ഇസ്തിഗ്ഫാറിനെ തേടിക്കഴിഞ്ഞാൽ, ഗഫർതു ലക വലാ ഉബാലി, ഞാൻ എന്ത് ചെയ്യും? അവന് പുറത്തു കൊടുക്കും. വേറെ ഒരു കാര്യവും ഞാൻ എന്ത് ചെയ്യൂല? പരിഗണിക്കുകയില്ല, ഞാൻ അവന് പുറത്തു കൊടുക്കും എന്നതാണ്. എത്രത്തോളം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി ഗുഫിറ ലഹു വഇൻ കാന ഖദ് ഫറ മിനസ് സഹഫ്, യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയവനാണെങ്കിലും ശരി, അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അസ്തഗ്ഫിറുല്ലാഹ് എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ പാപം പോലും അവൻ അള്ളാഹു പുറത്തു കൊടുക്കും എന്നാണ് ഹദീസിൽ പറഞ്ഞു വെക്കുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളോട്, പെരുന്നാൾ ഖുതുബയുടെ സമയത്താണ് റസൂൽ പറയുന്നത്, യാ മഅശറൻ നിസാ, റസൂൽ ആണുങ്ങൾക്കുള്ള ഖുതുബ കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യും? സ്ത്രീകളുടെ ഭാഗത്തേക്ക് തിരിയും. എന്നിട്ട് അവർക്ക് ഖുതുബ നടത്താറുണ്ടായിരുന്നു എന്നാണ്. യാ മഅശറൻ നിസാ, ഓ സ്ത്രീകളെ, തസദ്ദഖ്ന, നിങ്ങൾ എന്ത് ചെയ്യണം? സ്വതക്ക നൽകണം. വഅക്സിർന മിനൽ ഇസ്തിഗ്ഫാർ, നിങ്ങൾ ഒരുപാട് ഇസ്തിഗ്ഫാറിനെ തേടണം. ഫഇന്നി റഅയ്തുകുന്ന അക്സറ അഹ്ലിന്നാർ, നരകത്തിൽ ഏറ്റവും കൂടുതൽ വസിക്കുന്നവരാരാ? നിങ്ങളാണ് എന്നെന്ത് ചെയ്യുന്നുണ്ട്? സ്ത്രീകളോട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറയുന്ന വിഷയമാണെന്ത്? വഅക്സിർന മിനൽ ഇസ്തിഗ്ഫാർ, നിങ്ങൾ ഇസ്തിഗ്ഫാർ എന്ത് ചെയ്യണം? വർദ്ധിപ്പിക്കണം എന്നതാണ്. പലപ്പോഴും ഈ ഹദീസ് ചില ആളുകളെങ്കിലും എന്ത് ചെയ്യാറുണ്ട്? സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ നരകത്തിൽ, ഇവർ സ്ത്രീകളെ ബഹുമാനിക്കാത്ത സമൂഹമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ ആരാ? ഏറ്റവും കൂടുതൽ സ്വർഗത്തിൽ ആരാ? ആണുങ്ങളാണോ സ്ത്രീകളാണോ? സ്ത്രീകളാണ്. സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്. അപ്പം അത് കാണൂല. അത് പ്രത്യേക കണ്ണട വെച്ച് വ്യാഖ്യാനിക്കുന്നത് കൊണ്ടാണ് എന്ത്? ഈ ഭാഗം മാത്രം അവർക്ക് കാണുന്നത് എന്നുള്ളതാണ്. വിവാദം ഉണ്ടാക്കണം. അപ്പൊ സ്വർഗത്തിലും ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്, നരകത്തിലും സ്ത്രീകളാണ്. അപ്പൊ അതിന്റെ കാരണം കൂടി എന്ത് ചെയ്തു? സൂചിപ്പിക്കുന്നുണ്ട് റസൂൽ. എന്തുകൊണ്ടാണ് അത് എന്നുള്ളത്. കാരണം തക്ഫുർനൽ അഷീറ, അവരെന്ത് ചെയ്യും? നിഅമത്തുകൾ, നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുത്ത നിഅമത്തുകൾ എന്ത് ചെയ്യും? അവർ നിഷേധിക്കും എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് ചെയ്തു കൊടുത്തിട്ടുണ്ടാവും, ഒരു പ്രശ്നമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവർ പറയും നിങ്ങൾ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, എനിക്കൊന്നും ചെയ്തു തന്നിട്ടില്ല എന്ന രൂപത്തിൽ എന്ത് ചെയ്യും? അവർ സംസാരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതാണെന്ത്? അതിനുള്ള കാരണം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാറിനെ തേടണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ മറ്റൊരു ഹദീസിൽ വരുന്നത്, വല്ലദീ നഫ്സി ബിയദി, എൻ്റെ നഫ്സ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലൗലം തുദ്നിബു, നിങ്ങൾ തെറ്റ് ചെയ്യുന്നില്ല എങ്കിൽ, ലദഹബല്ലാഹു ബികും വലജാഅ ബിഖൗമിൻ യുദ്നിബൂന ഫയസ്തഗ്ഫിറൂന അല്ലാഹ ഫയഗ്ഫിറു ലഹും. അള്ളാഹു പറയാൻ, നിങ്ങൾ തെറ്റ് ചെയ്യുന്നില്ല എങ്കിൽ അള്ളാഹു വേറൊരു സമൂഹത്തെ എന്ത് ചെയ്യും? കൊണ്ടുവരും. എന്നിട്ട് അവർക്ക് എന്ത് ചെയ്യും? ഇസ്തിഗ്ഫാർ കൊടുക്കുന്നതാണ്. അവർ പാപമോചനം തേടുകയും അവർക്ക് ഇസ്തിഗ്ഫാറിനെ കൊടുക്കും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം തന്നെ പിശാച്ച് ഒരു വെല്ലുവിളി പറയുന്നുണ്ട്. പിശാച്ചിൻ്റെ ഒരു വെല്ലുവിളിയുണ്ട്. ഇന്ന ശൈത്താന ഖാൽ, അള്ളാഹു അതിന് കൊടുക്കുന്ന മറുപടി അങ്ങേയറ്റത്തെ റഹ്മത്തിനെ സൂചിപ്പിക്കുന്ന മറുപടിയാണ്. പിശാച്ച് പറയാണ്, വഇസ്സതിക, എൻ്റെ ഇസ്സത്ത് തന്നെയാണ് സത്യം, യാ റബ്ബി
ഓ റബ്ബേ ലാ അബ്റഹു അഗ്വി ഇബാദക മാ ദാമത് അർവാഹുഹും ഫീ അജ്സാദിഹിം, അവരുടെ റൂഹ് അവരുടെ ജസദിൽ ശരീരത്തിൽ ഉള്ളിടത്തോളം കാലം ഞാൻ അവരെന്ത് ചെയ്യും, വഴിപിഴപ്പിക്കുക തന്നെ ചെയ്യും എന്ന് പിശാച് പറയാം. അള്ളാഹ് പിശാചിനോട് പറയാണ് വഇസ്സതി വജലാലി, എൻ്റെ പ്രതാപവും എൻ്റെ മഹത്വവും തന്നെ സത്യം, ലാ അസാലു അഗ്ഫിറു ലഹും മസ്തഗ്ഫറൂനി, ഞാൻ അവർക്ക് എന്ത് ചെയ്യും, അവർ ഇസ്തിഗ്ഫാർ തേടുന്ന കാലത്തോളം ഞാൻ അവർക്ക് പുറത്തുകൊണ്ടേയിരിക്കുന്ന അവരുടെ പാപങ്ങൾ ഞാൻ പുറത്തു കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ അള്ളാഹുവിൻ്റെ ഇസ്തിഗ്ഫാറിൻ്റെ വിശാലത കൂടി എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. അതായത് ഒരു അടിമ ഒരു പ്രാവശ്യം തെറ്റ് ചെയ്തു, അള്ളാഹ് എന്ത് ചെയ്യും, പുറത്തു കൊടുക്കും. വീണ്ടും തെറ്റ് ചെയ്താലോ വീണ്ടും അള്ളാഹു പുറത്തു കൊടുക്കും. ഇമാം നവവി റഹ്മത്തുള്ളാഹി പറയുന്നത് വലൗ അദ്നബ്ത അൽഫ മറ, നീ 1000 പ്രാവശ്യമാണ് തെറ്റ് ചെയ്തത്, ആ 1000 പ്രാവശ്യം ഇസ്തിഗ്ഫാർ തേടി അള്ളാഹുവിനോട് തൗബ ചെയ്തു എങ്കിൽ അള്ളാഹ് എന്ത് ചെയ്യും, അത് പുറത്തു തരും എന്നതാണ്. എന്നാൽ നമ്മോട് ഒരാൾ രണ്ട് പ്രാവശ്യം അതിൽ കൂടുതൽ അതേ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യുക, നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂല എന്നുള്ളതാണ്. ഈ വാട്സപ്പിലൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ അവനെ കാണേ വേണ്ടെന്ന് പറഞ്ഞിട്ട് ബ്ലോക്ക് ചെയ്ത് എന്ത് ചെയ്യും, ഒരു സൈഡ് വെക്കും. എന്നാൽ അള്ളാഹുവിൻ്റെ ലിസ്റ്റിൽ എന്തില്ല, അങ്ങനെ ഒരു ബ്ലോക്ക് ലിസ്റ്റ് ഇല്ല എന്നുള്ളതാണ്. അപ്പം അത്രയും കാരുണ്യത്തിൻ്റെ ഇസ്തിഗ്ഫാറിൻ്റെ വിശാലതയാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ബോധ്യപ്പെടുന്നത്. അതാണ് ചില സലഫുകൾ പറഞ്ഞത്, ചില സലഫുകൾ പറയാണ്, എനിക്കൊരു ഓപ്ഷൻ കിട്ടുകയാണ് എന്തിൻ്റെ വിഷയത്തിൽ, ഹിസാബിൻ്റെ വിഷയത്തിൽ, നിന്നെ ആര് ഹിസാബ് ചെയ്യണം എന്ന വിഷയത്തിൽ എനിക്ക് ഓപ്ഷൻ കിട്ടിയാൽ ഉമ്മയാണോ അതല്ല അള്ളയാണോ എന്നൊരു ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അള്ളാഹുവിനെന്ത് ചെയ്യും, തിരഞ്ഞെടുക്കും എന്നതാണ്. കാരണം അള്ളാഹുവിനെന്തുണ്ട്, ഉമ്മയെക്കാളും അതിലുപരി എത്രയോ കാരുണ്യവും വിശാലതയും അള്ളാഹുവിനുണ്ട് എന്നാണ് എന്ത് ചെയ്യുന്നത്, പറഞ്ഞു വെക്കുന്നത് എന്നാണ്. അതോടൊപ്പം തന്നെ ഇസ്തിഗ്ഫാറിലൂടെ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു നേട്ടമാണ് ഖൈറുകളും ബറക്കത്തുകളും എന്ത് ചെയ്യും, ഇസ്തിഗ്ഫാറിലൂടെ ചൊരിയപ്പെടും എന്നുള്ളതാണ്. വഅനിസ്തഗ്ഫിറു റബ്ബക്കും സുമ്മ തൂബു ഇലൈഹി യുമത്തിഉകും മതാഅൻ ഹസന, നല്ല സൗഖ്യം എന്ത് ചെയ്യും, അനുഭവിപ്പിക്കുന്ന. ഇസ്തിഗ്ഫാർ തേടിക്കഴിഞ്ഞാൽ നല്ല സൗഖ്യം, നല്ല സമാധാനം ജീവിതത്തിൽ ഉണ്ടാകും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പം അതുകൊണ്ട് അത് നമ്മൾ ആവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ഇസ്തിഗ്ഫാറിലൂടെ ഒരാൾക്ക് എന്താണ് നേടുന്നത് എന്നത് മുജറബാണ്. നമുക്ക് തന്നെ ജീവിതത്തിൽ നമ്മളിങ്ങനെ ആവർത്തിച്ച് കഴിഞ്ഞാൽ ഇസ്തിഗ്ഫാറിലൂടെ ലഭിക്കുന്ന നേട്ടം നമുക്ക് ബോധ്യപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 3 നേട്ടങ്ങൾ ഒരാൾക്ക് ഇസ്തിഗ്ഫാറിലൂടെ ലഭിക്കും എന്നെടുത്തു പറയുന്നുണ്ട്. മൻ ലസിമൽ ഇസ്തിഗ്ഫാർ, ആരെങ്കിലും അസ്തഗ്ഫിറുല്ലാഹ് എന്നതിനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ലീഖിൻ മഖ്റജ, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ, ലീഖുകൾ, പ്രയാസങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ ഒരു മഖ്റജ് എന്ത് ചെയ്യും, ഒരു തുറവി അള്ളാഹു അവന് നൽകുന്ന. അവൻ ഒരിക്കലും ആ വിഷയം തുറക്കപ്പെടുകയില്ല, ആ വിഷയം പരിഹരിക്കപ്പെടുകയില്ല എന്ന് കണ്ട വിഷയം ഇസ്തിഗ്ഫാറിലൂടെ എന്ത് ചെയ്യും, നീങ്ങിക്കിട്ടും എന്നതാണ്. വമിൻ കുല്ലി ഹമ്മിൻ ഫറജ, എല്ലാ വിഷമങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും ഒരു തുറവി എന്ത് ചെയ്യും, ലഭിക്കും. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത രൂപത്തിൽ അവൻ എന്ത് ചെയ്യും, റിസ്ഖ് അല്ലാഹു എത്തിച്ചു കൊടുക്കും. അപ്പോൾ ഇത് ആർക്കാണ്, മൻ ലസിമൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറിനെ എന്ത് ചെയ്യണം, മുറുകെ പിടിക്കണം എന്നതാണ്. ഇസ്തിഗ്ഫാറിനെ മുറുകെ പിടിച്ച ആളുകൾക്കാണ് ഇത് ലഭിക്കുക. സൂറത്ത് ഹൂദിലെ 52-ാമത്തെ ആയത്തിൽ പറയുന്നത് മഴ വർഷിപ്പിക്കുന്നതാണ്, ഇസ്തിഗ്ഫാറിലൂടെ മഴ വർഷിപ്പിക്കും. വയാ ഖൗമി ഇസ്തഗ്ഫിറു റബ്ബക്കും സുമ്മ തൂബു ഇലൈഹി യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ എന്ന. ഇസ്തിഗ്ഫാറിലൂടെ അള്ളാഹു മഴ വർഷിപ്പിക്കും. അത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ്. ഒരിക്കൽ ഇമാം ഹസനുൽ ബസരി റഹിമഹുല്ലയുടെ അടുക്കിലേക്ക് ഒരാൾ വന്നിട്ട് വേവലാതി പറയാം. അദ്ദേഹം വേവലാതി പറയുന്നത് ജദുബിനെ കുറിച്ചാണ്. നാട്ടിലെന്താണ്, വരൾച്ചയാണ്, വെള്ളമില്ല, നിങ്ങളെന്ത് ചെയ്യണം, പ്രാർത്ഥിക്കണം എന്ന രൂപത്തിൽ വന്ന് വേവലാതി പറഞ്ഞപ്പോൾ ഇമാം ഹസനുൽ ബസരി റഹിമഹുല്ല തിരിച്ചു പറയുന്നത് ഇസ്തഗ്ഫിരില്ല, നീ എന്ത് ചെയ്യും, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേട്. രണ്ടാമതൊരാൾ വന്നിട്ട് പറയുന്നത് ഭയങ്കര ദാരിദ്ര്യമാണ്, ജീവിതത്തിൽ അങ്ങേയറ്റത്തെ ദാരിദ്ര്യമാണ്, അതിൽ നിന്ന് എന്ത് ചെയ്യണം, എങ്ങനെയെങ്കിലും കരകയറണം, എന്തെങ്കിലും മാർഗം പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും പറഞ്ഞു ഇസ്തഗ്ഫിരില്ല, നീ എന്ത് ചെയ്യണം, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടണം. മൂന്നാമതൊരാൾ വന്നിട്ട് പറഞ്ഞു മക്കളില്ല, മക്കൾ എന്ത് ചെയ്യണം, കിട്ടണം. അയാളോടും ഹസനുൽ ബസ്രി പറഞ്ഞു കൊടുക്കുന്നത് ഇസ്തഗ്ഫിരില്ല, എന്ത് ചെയ്യും, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേട് എന്ന് പറഞ്ഞു. മറ്റൊരാൾ വന്നിട്ട് പറഞ്ഞു തോട്ടത്തിൽ എന്തില്ല, തോട്ടത്തിൽ
വിളവെടുപ്പൊന്നുമില്ല, എല്ലാം നശിച്ചു പോകുന്നുണ്ട്. വീണ്ടും പറഞ്ഞു ഇസ്തഗ്ഫിരില്ല. ആ സമയത്ത് അദ്ദേഹത്തോട് ചോദിക്കാൻ, എല്ലാ ആളുകളും വന്നപ്പോൾ എല്ലാ ആളുകൾക്കും താങ്കൾ കൊടുത്ത മറുപടി ഒറ്റ ഒന്നാണല്ലോ, അതെന്തുകൊണ്ട് അങ്ങനെ കൊടുത്തത് എന്ന് ചോദിക്കുമ്പോഴാണ് സൂറത്തു നൂഹിലെ 10-ാമത്തെ ആയത്ത് എന്ത് ചെയ്യുന്നത്, ഓതിക്കൊടുക്കുന്നത്. ഫഖുൽ തുസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും അൻഹാറ മാ ലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ. അപ്പോൾ ആ ആയത്ത് എടുത്തു നോക്കിയാൽ അവിടെ പറയുന്നത് യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, മഴ വർഷിപ്പിക്കും, വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും അൻഹാറ, മക്കളെ തരും, ഫഖറുള്ളവനാണ് എങ്കിൽ ദാരിദ്ര്യം നീക്കിക്കൊടുക്കും. ഇതൊക്കെ എന്ത് ചെയ്യും, ഇസ്തിഗ്ഫാറിലൂടെ നടക്കുമെന്ന് ആ ആയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. ആ ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇമാം ഹസനുൽ ബസ്രി റഹിമഹുല്ല എല്ലാ ആളുകളോടും ഇസ്തഗ്ഫിരില്ല, നീ എന്ത് ചെയ്യും, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേട് എന്ന് പറഞ്ഞു വെക്കുന്നത്. അപ്പം അത് ഇസ്തിഗ്ഫാറിൻ്റെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. അഞ്ചാമത്തേത്, ഇസ്തിഗ്ഫാർ ചെയ്യുന്നിടത്തോളം കാലം അള്ളാഹു ഒരാളെ നശിപ്പിക്കുകയില്ല എന്നാണ്. ഇസ്തിഗ്ഫാർ ചെയ്യുന്നിടത്തോളം കാലം അള്ളാഹു ഒരാളെ നശിപ്പിക്കുകയില്ല. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം, റസൂലിനോട് പറയാം, റസൂലെ നിങ്ങളുടെ സമൂഹത്തെ എന്ത് ചെയ്യൂല, നശിപ്പിക്കൂല. ആരുള്ളിടത്തോളം കാലം, റസൂല് ഉള്ളിടത്തോളം കാലം. വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ, അതോടൊപ്പം തന്നെ അവർ ഇസ്തിഗ്ഫാർ തേടുന്നവരാണെങ്കിൽ എന്ത് ചെയ്യൂല, അവരെയും നശിപ്പിക്കുകയില്ല എന്നാണ്. അപ്പോൾ ഒരു സമൂഹം ഇസ്തിഗ്ഫാർ തേടുന്നിടത്തോളം കാലം അവരല്ലാഹു ഒരിക്കലും നശിപ്പിക്കുകയില്ല എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻസലല്ലാഹു അലയ്യ അമാനൈനി ലി ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിന് 2 നിർഭയത്വങ്ങളാണ് അള്ളാഹു ഇറക്കിയത് എന്നാണ്. 2 നിർഭയത്വങ്ങൾ. അതിൽ ഒരു നിർഭയത്വം എന്ത് ചെയ്തു, അവസാനിച്ചു. അതാണ് റസൂലിൻ്റെ മരണം, റസൂലിൻ്റെ വഫാത്ത് എന്നുള്ളത്. എന്നാൽ മറ്റൊരു നിർഭയത്വം എന്താ, ഇസ്തിഗ്ഫാറിനെ തേടുക എന്നുള്ളതാണ്. മറ്റൊരു നിർഭയത്വം ഇസ്തിഗ്ഫാറിനെ തേടുക എന്നുള്ളതാണ്. അവിടെയാണ് ഒരിക്കൽ ഇബ്നു ഉയൈന എന്ന് പറയുന്ന പണ്ഡിതൻ പറഞ്ഞു, ഗളബുല്ലാഹി ലാ ദവാ അലഹു, അള്ളാഹുവിൻ്റെ കോപത്തിന് എന്തില്ല, യാതൊരു മരുന്നുമില്ല എന്ന് പറഞ്ഞു. ആ സമയത്താണ് ഇമാം ദഹബി തിരുത്തി കൊടുക്കാൻ, ദവാഉഹു കസ്റത്തുൽ ഇസ്തിഗ്ഫാരി ബിൽ അസ്ഹാർ, അതിൻ്റെ മരുന്ന് എന്നുള്ളത് സഹറിൻ്റെ സമയത്ത്, അത്താഴ സമയത്ത് ഒരുപാട് ഇസ്തിഗ്ഫാറിനെ തേടുക എന്നുള്ളതാണ് എന്ത്, അതിൻ്റെ മരുന്ന് എന്നതാണ്. അതോടൊപ്പം തന്നെ ആത്മാർത്ഥമായി തൗബ ചെയ്യുക എന്നതുമാണ് അതിൻ്റെ മരുന്ന്. അപ്പം നമ്മൾ അതിയായിട്ട് എന്ത് ചെയ്യണം, അങ്ങേയറ്റത്തെ വർധനവ് ഇസ്തിഗ്ഫാറിൻ്റെ വിഷയത്തിൽ വരുത്തിക്കഴിഞ്ഞാൽ നല്ല മാറ്റം എന്ത് ചെയ്യും, ജീവിതത്തിൽ നമുക്ക് കാണും. കുട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പല ആളുകളും എന്തൊക്കെയാണോ ഇസ്ലാമിൽ നിന്ന് ഒരാളെ പുറത്താക്കി കളയാൻ സാധിക്കുക അതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ചെയ്തു കൂട്ടുന്നത് എന്നാണ്. എന്നാൽ ഇങ്ങനെ പഠിപ്പിക്കപ്പെട്ട ദിക്റുകൾ പറയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാലോ പല ആളുകൾക്കും അതറിയില്ല, പല ആളുകൾക്കും അതറിയില്ല. അതുകൊണ്ട് കുട്ടിയില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറയാൻ പറ്റിയ ദിക്റാണെന്ത്, അസ്തഗ്ഫിറുല്ലാ എന്നുള്ളത്. ദാരിദ്ര്യം ഭയപ്പെടുന്ന ആളുകൾക്ക്, ദാരിദ്ര്യത്തിലുള്ള ആളുകൾക്ക് പറയാൻ പറ്റുന്ന ദിക്റാണെന്ത്, അസ്തഗ്ഫിറുല്ലാ എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം, പ്രചരിപ്പിക്കുകയും വേണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഒരു ഉപ്പയുടെ വിഷയം ഹദീസിൽ പറയുന്നുണ്ട്. ഒരു ഉപ്പ എന്ത് ചെയ്യും, ആഖിറത്തിലേക്ക് എത്തുമ്പോൾ ഉപ്പാൻ്റെ സ്ഥാനം ഉയരുന്നാണ്, ഉപ്പാൻ്റെ സ്ഥാനം ഉന്നതിയിലേക്ക് എത്തും. ഉപ്പ അത്ഭുതപ്പെടും അവിടെ. ആ സമയത്താണ് ഉപ്പയോട് പറയാ, ബിസ്തിഗ്ഫാരി വലദിക ലക, നിന്റെ മകൻ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തതിൻ്റെ ബലമാണെന്ത്, നീ ഇത്രയും ഉന്നതമായ ദറജയിലേക്ക് എത്തിപ്പെട്ടത് എന്നതാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മാതാപിതാക്കളോടുള്ള കടമയിൽപ്പെട്ടതാണെന്ത്, അവർക്ക് ഇസ്തിഗ്ഫാറിനെ തേടുക എന്നുള്ളത്. അവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർക്കുള്ള ഇസ്തിഗ്ഫാർ എന്ത് ചെയ്യണം, നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കണം എന്നാണ്. അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, തൂബ ലിമൻ വജദ ഫീ സ്വഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറ, ഒരാളുടെ സ്വഹീഫത്തിൽ ഏടിൽ ഒരുപാട് ഇസ്തിഗ്ഫാറുകൾ കാണുകയാണെങ്കിൽ അവന് മംഗളം എന്നെന്ത് ചെയ്യുന്നുണ്ട്, പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഇസ്തിഗ്ഫാറുകൾ ഉണ്ടാക്കി വെക്കണം എന്നാണ് ഈ പറഞ്ഞ ഹദീസുകളുടെ എല്ലാം ഉദ്ദേശം എന്നതാണ്. ഇനി ഈ സൂറത്തിൻ്റെ യഥാർത്ഥ ആശയം എന്ത് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാം, കാന ഉമറു യുദ്ഖിലുനി മഅ അശ്യാഖി ബദ്രിൻ ഫഖാല ബഅ്ലുഹും ലിമ തുദ്ഖിലു ഹാദൽ ഫതാ മഅനാ വലനാ അബ്നാഉൻ മിസ്ലുഹു. ഉമർ റളിയല്ലാഹു അൻഹു എന്തെയും, വലിയ ഒരു കൂട്ടം ആളുകളുണ്ടാവും, അഷ്റാഫുകളാണ്, അറിയപ്പെട്ട സമൂഹത്തിൽ പേര് കേട്ട ആളുകളാണ് എന്ത് ചെയ്യുക, അവിടെ ആ മീറ്റിങ്ങിന് ഉണ്ടാവുക. എന്നാൽ അതിൻ്റെ കൂട്ടത്തിലേക്ക് എന്ത് ചെയ്യും, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു വരും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയാണ്.
എന്നിട്ട് ചോദിക്കും, എന്തിനാണ് ഈ ചെറിയ കുട്ടിയെ നമ്മുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുവന്നതെന്ന് ചോദിക്കും. ഫഖാല ഇന്നഹു മിമ്മൻ ഖദ് അലിംതും ഫദആഹും ദാത യൗമിൻ വദആനി മഅഹും വമാ റുഈതുഹു ദആനി യൗമഇദിൻ ഇല്ലാ ലിയുരിയഉം മിന്നി ഫഖാല മാ തഖൂലൂന ഫീ. അവനെന്ത് ചെയ്യും, അവിടെ നിന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ചോദിക്കാൻ, എന്താണ് ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അതേപോലെ തന്നെ ആ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്ന ആശയം എന്ത് എന്നുള്ളത് എന്ത് ചെയ്യും, ഉമർ റളിയല്ലാഹു കൂടെ കൂടിയിരിക്കുന്ന ആളുകളോട് ചോദിക്കും. അപ്പോൾ ഓരോ ആൾക്കാരും ഇങ്ങനെ അഭിപ്രായം പറയും. ഉമിർന അൻ നഹ്മദ അല്ലാഹ വനസ്തഗ്ഫിറഹു ഇദാ നസറനാ വഫതഹ അലൈനാ. നമ്മൾ എന്ത് ചെയ്യണം, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടണം, അല്ലാഹുവിനോട് തസ്ബീഹ് തേടണം. ഇതൊക്കെയാണെന്ത് സൂറത്തു നസ്റിൻ്റെ ഉദ്ദേശം എന്ന് പറയും. എന്നിട്ടോ വഖാല ബഅലുഹും ലാ നദ്രി, എന്നാൽ ചില ആൾക്കാർ പറയും നമുക്കറിയില്ല എന്ന് പറയും. ഔലം യഖുൽ ബഅലുഹും ഷൈഅൻ, അതല്ലെങ്കിൽ ചില ആൾക്കാർ ഒന്നും പറയില്ല. ഫഖാല ലി ഇബ്നു അബ്ബാസ് അകദാക തഖൂൽ. എന്നിട്ട് ഉമർ റളിയല്ലാഹു എന്ത് ചെയ്യും, ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക് തിരിഞ്ഞുകൊണ്ട് ചോദിക്കും, ഈ ആളുകൾ പറഞ്ഞതുപോലെയാണോ ആ സൂറത്തിൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കും. അപ്പോൾ പറയും ഖുൽതു ലാ, അല്ല. ഫമാ തഖൂൽ, എന്താണ് നീ പറയുന്നത്? ഹുവ അജലു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അജലിനെയാണ്, വഫാത്തിനെയാണ് എന്ത് ചെയ്യുക, ബോധ്യപ്പെടുത്തി തരിക എന്നതാണ്. അപ്പോൾ അവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശ്രേഷ്ഠത എന്ത് ചെയ്യാണ്, ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് എന്നുള്ളതാണ്. ഈ സംഭവം വെച്ചിട്ടാണ് പണ്ഡിതന്മാർ പറയുന്നത്, അതായത് സിഗാറിൽ നിന്ന്, വിദ്യാർത്ഥികളിൽ നിന്ന് മതം സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലേ എന്നത് എന്ത് ചെയ്യുന്നുണ്ട്, വലിയ ചർച്ചാ വിഷയമാണ്. അപ്പോൾ ആ ചർച്ചയിലാണ് എന്തുകൊണ്ടിരുന്നത്, സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ താബിഈങ്ങളുടെ കൂട്ടത്തിൽ എന്തുണ്ടായിരുന്നു, അത്തരത്തിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അപ്പം എന്ത് ചെയ്യാം, അവരിൽ നിന്ന് നമുക്ക് ഉപകാരമെടുക്കാം എന്നെന്ത് ചെയ്യുന്നുണ്ട്, പറഞ്ഞു വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാലും അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും അവലംബിക്കാൻ പറ്റൂല. നമുക്ക് ഒരിക്കലും അവലംബമായി കാണുക എന്നുള്ളത്, യുവാക്കളെ അവലംബമായി കാണുക എന്നുള്ളത് ഫിത്നയിലേക്ക് എന്ത് ചെയ്യും, കൊണ്ടെത്തിക്കും എന്നുള്ളതാണ്. അവലംബിക്കേണ്ടത് നല്ല വയസ്സായ, അത്യാവശ്യം പക്വതയും പാകതയുമുള്ള, അറിവിൻ്റെ വിഷയത്തിൽ ഉന്നതിയിലെത്തി നിൽക്കുന്ന ആളുകളെയാണ് എന്ത് ചെയ്യേണ്ടത്, അവലംബിക്കേണ്ടത് എന്നാണ്. അവലംബം ഒരിക്കലും എന്ത് പാടില്ല, ഈ പറയുന്ന യുവാക്കളെ അവലംബിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇൽമിൽ അവർ ഉന്നതി നേടിയ ആളുകളായിരിക്കാം, ശരിയാണ്, അതിൽ നിന്ന് നമുക്ക് ഇസ്തിഫാദത്ത് എടുക്കാം, ഉപകാരമെടുക്കാം. എന്നാൽ അവലംബം എടുക്കുക എന്നുള്ളത് പല പണ്ഡിതന്മാരും അദബിൻ്റെ വിഷയത്തിൽ അത് ശരിയല്ല എന്നാണ് എന്ത് ചെയ്യുന്നത്, പറഞ്ഞു വെക്കുന്നത് എന്നാണ്. അപ്പോൾ അതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് പറയാണ് ഇന്നഹു കാന തവ്വാബ, അള്ളാഹു കസീറു തൗബ, അടിമകളിൽ നിന്ന് ഒരുപാട് തൗബ സ്വീകരിക്കുന്നവനാണ് ആര്, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നാണ്. അപ്പോൾ അവിടെ തൗബക്കുള്ള പ്രേരണയാണ് അവിടെ നൽകുന്നത് എന്നാണ്. ഒരിക്കൽ മസ്ലമത്തുൽ കഅനബി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, മസ്ലമത്തുൽ കഅനബിയുടെ ആദ്യകാല ചരിത്രം പരിശോധിച്ചാൽ കള്ളുകുടിയനായിരുന്നു എന്നാണ്. കള്ളും കുടിച്ച് കൂട്ടുകാരുടെ കൂടെ ഇങ്ങനെ എന്ത് ചെയ്യുക, സമയം വെറുതെ പാഴാക്കുന്ന ആളായിരുന്നു മസ്ലമത്തുൽ കഅനബി. അങ്ങനെ മസ്ലമത്തുൽ കഅനബി കള്ളും കുടിച്ചിങ്ങനെ നിൽക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് ആര് വരുന്നത്, ശുഅബ എന്ന് പറയുന്ന ഹദീസ് പണ്ഡിതൻ വരുന്നത്. അപ്പോൾ ചോദിക്കും, മനന്ത, നീ ആരാണെന്ന് ചോദിക്കും. അപ്പോൾ അവിടെയുള്ള കൂടെയുള്ള ഹദീസ് പണ്ഡിതനാണ്, അദ്ദേഹത്തിൻ്റെ കൂടെ എന്തുണ്ട്, ഹദീസ് പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ പറയും ശുഅബയാണെന്ന് പറയും ഏയ് ശുഅബ ആരാ എന്ന് ചോദിക്കും. കാരണം ഇദ്ദേഹത്തിന് ശുഅബനെ കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ പറയും അദ്ദേഹം ഹദീസ് പണ്ഡിതനാണ് എന്ന് പറയും. കൂടെയുള്ള വിദ്യാർത്ഥികൾ പറയും ഹദീസിൽ പരിജ്ഞാനം നേടിയ ആളാണെന്ന് പറയും. ആ സമയത്ത് അദ്ദേഹം പറയും, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, ഫഹദ്ദീസിന്, എനിക്ക് ഒരു ഹദീസ് പറഞ്ഞു താ എന്ന് പറയും. ശുഅബ പറയും, നീ ഹദീസ് കേൾക്കാൻ എന്തല്ല, അർഹനല്ല. കാരണം ആ വേഷവും കോലത്തിലാണ് എന്ത് ചെയ്യുന്നത്, മസ്ലമ നിൽക്കുന്നത്, ഹദീസ് പറഞ്ഞു കൊടുക്കൂല. ആ സമയത്ത് എന്ത് ചെയ്യും, കത്തി ചൂണ്ടിക്കാണിച്ച് പറയും, ഹദീസ് പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, നിന്നെ തീരുമാനാക്കുമെന്ന് പറയും. ആ സമയത്ത് ശുഅബ ഹദീസ് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം എന്ത് ചെയ്യും, പറഞ്ഞു കൊടുക്കും. നിനക്ക് നാണമില്ലെങ്കിൽ നീ എന്ത് ചെയ്തോ, എന്തു വേണമെങ്കിലും ചെയ്തോ എന്ന ഹദീസാണ് പറഞ്ഞു കൊടുക്കുക. അത് മസ്ലമയിൽ വളരെ വലിയ സ്വാധീനം ഉണ്ടാക്കുന്ന. മസ്ലമ നേരെ വീട്ടിലേക്ക് ചെല്ലും. വീട്ടിലേക്ക് ചെന്നിട്ട് ഉമ്മയോട് പറയും, എൻ്റെ കൂട്ടുകാർ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യണം, ഭക്ഷണം ഒരുക്കി വെക്കണം. എന്നിട്ട് അവരോട് പറയണം, മസ്ലമയുടെ വീട്ടിലുള്ള എല്ലാ കള്ളിൻ്റെ കോപ്പകളും എന്ത് ചെയ്തിട്ടുണ്ട്, മസ്ലമ പൊട്ടിച്ചിട്ടുണ്ട് എന്ന് അവരോട് പറയണമെന്ന് പറയും. മസ്ലമ അവിടെ എന്ത് ചെയ്യും, വീട്ടിലേക്ക് എത്തിയ ഉടനെ തന്നെ കള്ളിൻ്റെ കോപ്പകളൊക്കെ പൊട്ടിക്കും, ഒക്കെ എന്ത് ചെയ്യും, ഒഴുക്കിക്കളയുന്ന. അങ്ങനെ മസ്ലമ യാത്ര തിരിക്കുകയാണ്. മദീനയിലേക്ക് മസ്ലമ യാത്ര പോവുകയാണ്. മദീനയിൽ ഇമാം മാലിക്കിൻ്റെ കൂടെ, മുവത്ത രചിച്ച മാലിക് ഇബ്നു അനസിൻ്റെ കൂടെ റഹിമഹുല്ല 30 വർഷം കാലം എന്ത് ചെയ്തു, ഹദീസ് പഠിച്ചു എന്നാണ്. 30 വർഷത്തോളം ഹദീസ് പഠിച്ചു. ആ ഹദീസ് പഠനത്തിന് ശേഷം ശുഅബയെ കാണാൻ വേണ്ടി ഷാമിലേക്ക് പോകുന്നുണ്ട്. കാരണം അന്ന് ശുഅബയോട് എന്ത് ചെയ്തതാണ്,
മോശമായി പെരുമാറിയ ആളാണ്. അപ്പോൾ ഷുഅബയോട് സംസാരിച്ചിട്ട് എന്ത് ചെയ്യണം, ഒന്ന് പൊരുത്തപ്പെടിക്കണം എന്ന് പറഞ്ഞിട്ട് ഷാമിലേക്ക് പോകും. പക്ഷേ ഷാമിലേക്ക് എത്തുമ്പോൾ ഷുഅബ എന്ത് ചെയ്തിട്ടുണ്ടാകും, ഷുഅബ മരണപ്പെട്ടിട്ടുണ്ടാകുന്ന. എന്നിട്ട് വർഷങ്ങൾക്ക് ശേഷം ഈ മസ്ലമയെക്കുറിച്ച് ഒരു മകൻ തൻ്റെ ഉപ്പയോട് ചോദിക്കുന്നുണ്ട്. മുവത്ത റിവായത്ത് ചെയ്ത ആളാണ് മസ്ലമ. മുവത്ത നമ്മയിലേക്ക് എത്തിച്ചു തന്ന ഒരു റാവി, ഒരു റിപ്പോർട്ടറാണ് മസ്ലമ. മസ്ലമയെക്കുറിച്ച് ചോദിക്കുമ്പോൾ പറയുന്നത് ലം അറ അഖ്ശഅ മിൻഹു എന്നാണ്. അദ്ദേഹത്തെക്കാളും അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് മസ്ലമയെക്കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ തൗബ പൂർണ്ണമാണ് എങ്കിൽ എന്ത് ചെയ്യും, ഓന് നല്ലൊരു നിലയിലേക്ക് എത്തും എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പറഞ്ഞ സംഭവം എന്നുള്ളത്. അപ്പോൾ ഹദീസ് പഠിച്ചു, ഇസ്ലാമിലെ തന്നെ അവലംബിക്കപ്പെടുന്ന ഒരു പണ്ഡിതനായി അദ്ദേഹം മാറി എന്നുള്ളതാണ്. അപ്പം അള്ളാഹു എത്ര തന്നെ മോശമായ വ്യക്തിയായാലും തൗബയുടെ വാതിൽ എന്താണ്, അത് തുറക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. മാലം യുഗർറിർ, അവൻ്റെ റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്ന ആ സമയം അതുവരെ എന്തുണ്ട്, തൗബക്ക് അവസരമുണ്ട് എന്നതാണ്. ഇന്നല്ലാഹ കാന തവ്വാബർ റഹീമ വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി വയഅഫു അനിസ് സയ്യിആത്ത്. അടിമകളിൽ നിന്ന് തൗബ സ്വീകരിക്കുകയും അവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഈ സൂറത്തുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ കുറിച്ചും അതോടൊപ്പം തന്നെ മക്കം ഫത്ഹിനെ കുറിച്ചും ഇസ്തിഗ്ഫാറിനെ കുറിച്ചും തസ്ബീഹിനെ കുറിച്ചുമൊക്കെയാണ് ഈ സൂറത്തിൽ വളരെ പ്രാധാന്യമായും സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടതിലുപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്തിഗ്ഫാറിനെ മുറുകെ പിടിക്കുന്ന, തസ്ബീഹുകൾ കൊണ്ട് സമയങ്ങൾ ചെലവഴിക്കുന്ന അവൻ്റെ യഥാർത്ഥ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.